വന്നവരൊക്കെ ആപ്പാടെ ഡെസ്പ് അടിച്ച് നിൽക്കുക. അബഹ വരെ വന്നിട്ട് ഷൈജുബായി കിലോമീറ്റർ ഞങ്ങൾ ഓടി വന്നതാണ് കാണാൻ വേണ്ടി. അബഹ കാണാൻ വലിയൊരു ആയിരമായിരുന്നു. പക്ഷേ ഇത് കണ്ടില്ല, ഇപ്പം ഇവിടെത്തിയപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം അബഹ ഹൈ സിറ്റിയിലോട്ടുള്ള റൂട്ടിലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ സിറ്റിയിൽ മൊത്തം പവർ കട്ടാണ്, പവറില്ല. ഈ ഒറ്റ ബിൽഡിങ്ങിന് പോലും വെട്ടവും വെളിച്ചവും ഒന്നുമില്ല കേട്ടോ. ഇതെന്തോ സംഭവിച്ചിട്ട് ആരാന്ന് തോന്നുന്നു. ട്രാഫിക് ആണെങ്കിൽ റിയാദിനെക്കാട്ടിലും ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളും. ഞങ്ങൾ 5 മിനിറ്റ് ഏകദേശം വേണ്ട സ്ഥലത്ത് പോകാനായിട്ട് കുറേ നേരം എടുത്തുകൊണ്ട് ഈ ട്രാഫിക് ഉണ്ടോ. അങ്ങനെ ഞങ്ങൾ അബഹ സിറ്റിയിലെത്തി. പക്ഷേ പറഞ്ഞ കണക്ക് വെട്ടമില്ല, ഒരു ബിൽഡിങ്ങിലും വെട്ടമില്ല. ഇനിയിപ്പോൾ അവിടെ സിറ്റിയിലോട്ട് ചെല്ലുമ്പം ഹൈ സിറ്റിയിലോട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഉണ്ടായാൽ മതിയായിരുന്നു. ഇപ്പോൾ വന്നേക്കുന്നത് അബഹ ഹൈസിറ്റിയിലാണ്. അപ്പോൾ ഈ സിറ്റി വന്നപ്പോഴത്തുള്ള കാര്യം പറഞ്ഞാൽ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പം അറിയാൻ സാധിച്ചത് ഇന്ന് ഉച്ച മുതൽ ഈ അബഹയിലെങ്ങും കറണ്ടും ഒന്നുമില്ല. ആപ്പാടിപ്പോൾ വെട്ടമെന്ന് പറയുന്നത് ഈ റോഡിൽ കൂടെ പോകുന്ന വണ്ടികളുടെ വെട്ടം മാത്രമാണ്. ഉച്ച തൊട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അബഹ ഹൈ സിറ്റിയുടെ ഫ്രണ്ടിലാണ്. നിങ്ങൾക്ക് ബോർഡ് കണ്ടോ? ഇവിടെ കയറാൻ വന്നപ്പോഴും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെയും ഈ കറണ്ടില്ലാത്തതിൻ്റെ കാരണം ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. നല്ലോണമൊക്കെ കോടമഞ്ഞൊക്കെ സൂപ്പറായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ കാണാനും മാത്രമുള്ള കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷേ രക്ഷയില്ലാതെ പോയി, നമുക്ക് ഭാഗ്യമില്ല. ഇവിടം വരെ വന്നിട്ട് അതിനകത്തോട്ട് കയറാനുള്ള ഒരു വകുപ്പില്ലാതെ പോയി. അതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ഏതായാലും ഞങ്ങൾ റിയാദിൽ നിന്ന് വന്നവരാണ്, എന്ത് പറയാനാണ്, നമ്മുടെ ഭാഗ്യദോഷം എന്ന് പറയാം. ഞങ്ങളേതായാലും കണ്ടതായിരുന്നു നേരത്തെ. ഞങ്ങൾ ഒരു 2-3 വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഹൈ സിറ്റിയിലൊക്കെ എക്സ്പ്ലോർ ചെയ്തതാണ്. പക്ഷേ കൂടത്തിൽ വന്ന ഒരു 10-40 പേര് ആദ്യമായിട്ട് വരുന്നതായിരുന്നു. 50 പേരിൽ 40 പേരോളം എല്ലാവരും വിഷമിച്ച് ബസ്സിൻ്റെ ചുറ്റുപാടും തന്നെ നിൽപ്പുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ. നല്ല തണുപ്പടിക്കുന്നുണ്ട് കേട്ടോ. അത് പുകയൊക്കെ വരുന്നുണ്ട് വായിന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ട്രാവൽ ടീം പറയുന്നത് നമ്മളോട് ഇവിടുന്ന് ക്ലോസ് ചെയ്യുമായിരിക്കാം. കാരണം ഇത് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് വേറെ എങ്ങോട്ടും പോകണമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഇതാണ് ഇവിടുത്തെ ഒരു ഹൈ സിറ്റിയുടെ സിറ്റുവേഷൻ. ഇപ്പം നമ്മളിവിടെ നിൽക്കും തോറും തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ മേളിലൊക്കെ കുറച്ച് റെസ്റ്റോറൻറ്റൊക്കെ ഓപ്പൺ ആണ്. എനിക്ക് തോന്നുന്നത് ആദ്യമേ കയറിയവരായിരിക്കാം, അത് കഴിഞ്ഞിട്ടായിരിക്കും ക്ലോസ് ചെയ്തത്. ഈ ഒരു ഇരുട്ടായതുകൊണ്ട് ക്ലോസ് ചെയ്തായിരിക്കണം. അപ്പം നിൽക്കും തോറും തണുപ്പൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അതാണ് കണ്ടീഷൻ. പോയിട്ട് വേണമായിരുന്നു നമുക്ക് ഹൈ സിറ്റിയുടെ ആ ഒരു വ്യൂവും പോയിന്റിലോട്ടൊക്കെ പോകാനായിട്ട്. അപ്പം അവിടെയുള്ള 2-3 റെസ്റ്റോറൻറ്റ്സൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കറണ്ട് ഉള്ളിടത്തൊക്കെ. പക്ഷേ നമുക്ക് ഇവിടുന്ന് അകത്തോട്ട് കയറാനുള്ള ഓപ്ഷൻ പോലും ഇല്ല. ഇവിടെ മൊത്തം ഇരുട്ട്, നേരത്തെ ക്ലോസും ചെയ്തിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. വെട്ടമെന്ന് പറയുന്നത് ആകപ്പാടെ റോഡിൽ കൂടെ പോകുന്ന വണ്ടികളുടെ വെട്ടം മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലോങ് നോക്കിയാലും റോഡുകളിലൂടെ വണ്ടികൾ വരുന്നതിൻ്റെ വെട്ടം മാത്രമേ കിട്ടുന്നുള്ളൂ. ഇവിടെ നല്ലൊരു ഹൈ സിറ്റി എന്നൊക്കെ അറബിയിൽ എഴുതിയതുണ്ട്, അതുപോലെ ഇംഗ്ലീഷിൽ എഴുതിയതും ഉണ്ടായിരുന്നു. വന്നവരൊക്കെ ആപ്പാടെ ഡെസ്പ് അടിച്ച് നിൽക്കുക. അബഹ വരെ വന്നിട്ട് ഷൈജുബായി കിലോമീറ്റർ ഞങ്ങൾ ഓടി വന്നതാണ് കാണാൻ വേണ്ടി. അബഹ കാണാൻ വലിയൊരു ആയിരമായിരുന്നു. പക്ഷേ ഇത് കണ്ടില്ല, ഇപ്പം ഇവിടെത്തിയപ്പം എവിടെ ഇല്ല, ഒന്നുമില്ല, വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ല. ഇതിലും നല്ല നമ്മുടെ ആലപ്പുഴ തന്നെ കേട്ടോ. ഇത്രയും അങ്ങോട്ട് കറണ്ട് പോകത്തില്ല. ഇത് ഉച്ച വരെ പോയെന്ന് പറയുന്നത്. ഇന്ന് മഴ പെയ്തെന്നാ പറഞ്ഞത്. മഴ പെയ്തപ്പോൾ കറണ്ട് പോയെന്ന് പറഞ്ഞത്. ആരാടാ പറഞ്ഞേ? മേലെ സെക്യൂരിറ്റി പറഞ്ഞത് മഴ പെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കറണ്ട് പോക്കൽ എന്നുള്ളതാണ്. കൊള്ളാം. ഏതായാലും ഏതായാലും പൊക്കണം. എല്ലാവരും തിരിച്ചു കയറിയോ വണ്ടിയിൽ? ആണോ? അപ്പോൾ എല്ലാവരും തിരിച്ചു കയറി കേട്ടോ. ഇനിയിപ്പം ഇവിടെ ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല, രക്ഷയില്ല. നമ്മൾ തിരിച്ചു പോവാണ്. എന്തോ ചെയ്യാൻ നോക്കണേ ദൈവമേ. അപ്പോൾ എല്ലാവരും നല്ല മീൻസ് പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഇത് വലിയ നഷ്ടം തന്നെയാണ് അല്ലേ? എന്നാ ഉണ്ട് വന്നിട്ട് എങ്ങനെ എന്ത് പറയാൻ നമ്മുടെ സമയദോഷം 10-17 എണ്ണത്തിനെ കൊണ്ടുവരും. അത് നല്ലതായിരുന്നു. നിങ്ങളായിരുന്നോ? അത് ശരി, നല്ല ചോറായിരുന്നു കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുതന്ന ചേട്ടനും കൂട്ടരാണ്. അപ്പോൾ ഞങ്ങളുടെ ഫുഡിൻ്റെ വിവരം ചോദിക്കുമായിരുന്നു. രാത്രി ഫുഡുമായിട്ട് വന്നാൽ അതെ. അപ്പോൾ ഫുഡൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഹൈ സിറ്റിയിൽ കയറി നമുക്കൊരു ഫോഗിൻ്റെ സംഭവം കാണാനായിട്ട് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അതങ്ങ് പോയി കിട്ടി.
ഇത്രയും കിലോമീറ്റർ നിങ്ങളൊന്ന് ആലോചിച്ച് റിയാദിൽ നിന്ന് എത്തിയതാണ് ഇവിടം വരെ വന്നത്. ഞങ്ങളൊന്നും കണ്ടുകൊണ്ട് അത്ര അങ്ങോട്ട് പ്രശ്നം തോന്നുന്നില്ല, പക്ഷെ കാണാത്തവർക്ക് അതൊരു വലിയ മിസ്സിങ് തന്നെയാണ്. കാരണം ഇത്രയും കിലോമീറ്റർ ഓടി വന്നിട്ട് അത് ഇവിടുത്തെ ഒരു മെയിൻ സംഭവമായിരുന്നു. കോടമഞ്ഞൊക്കെ നല്ലോണക്ക് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. പക്ഷേ ഇതിൻ്റെ മുകളിലൊക്കെ കണ്ടോ കുറച്ച് റെസ്റ്റോറൻ്റൊക്കെ അവർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളെ അങ്ങോട്ട് കയറ്റുന്നേ ഇല്ല. അതാണ് സംഭവം. എന്തോ ചെയ്യാനാണ് നോക്കണേ, അല്ലാത്ത കഷ്ടമായി പോയി കേട്ടോ. അപ്പം കറണ്ട് പോയത് മഴ പെയ്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റം നോക്കി എന്തോ ചെയ്യാൻ പറ്റും അല്ലേ. നമ്മുടെ കേരളത്തിൽ പോലും അത്രയും അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നും പോകണമെന്ന് തോന്നുന്നില്ല. ഒരു മഴ വന്നപ്പോൾ ഇത്രയും അങ്ങ് പോകണമെങ്കിൽ. അതിനിടയ്ക്ക് ഷൈജുവായി വേറെ ഒരു കാര്യം കൊണ്ട് വന്നു. 2023 എങ്ങാണ്ട് ഒരു ന്യൂസും പൊക്കിക്കൊണ്ട് അത് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയാണ്. ഞാൻ ഡേറ്റ് കണ്ടില്ല. അബഹയിൽ യമൻകാർ ഡ്രോൺ ഇട്ടു, അതുകൊണ്ട് പോയതാണ്. നമ്മുടെ ഭായിയാണ് ഇപ്പൊ നാട്ടില്. അത് ഞങ്ങൾക്ക് വേറൊരു അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്തോ ചെയ്യാൻ പറ്റും. ഇവിടെ നല്ലോണം ഇതൊരു ഭയങ്കര മിസ്സായി പോയിട്ടോ, നല്ല മിസ്സിങ് ആണ്. എന്തോ ചെയ്യാനാ. നമ്മുടെ എന്താണെങ്കിലും ഈ വീഡിയോയും ഫുള്ള് ഡാർക്ക് ആയിരിക്കും കേട്ടോ, ഡാർക്കിലുള്ള വീഡിയോസാണ്. മരം പോലും കാണാൻ പറ്റില്ല. അതെ, ഇവിടെ വന്നിട്ടൊരു മരം പോലും വന്നത് ഓൾറെഡി ലേറ്റ് ആയി. അബഹയില് ബാക്കി കുറെ സ്ഥലങ്ങളൊക്കെ ഹണി കോട്ടേജും അതൊക്കെ സൂപ്പർ ആയിരുന്നു. അപ്പം എന്താണേലും അബഹ വരുന്നവർക്കെല്ലാം അതൊക്കെ പറ്റും. പിന്നെ കുറച്ച് ഇവിടെ ഈ ഒരു എന്താ പറയുന്നത് ഹൈ സിറ്റിയിലും മിനിമം ഒരു 5-5:30 അങ്ങനെയൊക്കെ എത്തണം. എന്നാലേ നമുക്ക് ആ കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കറണ്ട് ഉണ്ടെങ്കിൽ വെട്ടം ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് ആ ഒരു കാണാൻ പറ്റിയാണ്. അല്ല, മേളിൽ ചെന്ന് ഫീൽ ചെയ്യാൻ പറ്റും. കാണാൻ പറ്റത്തില്ലല്ലേ, മേലോട്ട് ചെല്ലുമ്പോൾ ആ ഫീല് കിട്ടും. അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അതാണ് സംഭവം ഇപ്പോഴത്തെ. ഇത് ഇവിടുന്ന് വേറൊരു സൈഡിലോട്ട് ഒക്കെ നോക്കിയാൽ അവിടെയൊക്കെ എങ്ങാണ്ടൊക്കെ വെട്ടവും വെളിച്ചമൊക്കെ കാണുന്നുണ്ട് കേട്ടോ, കുറച്ച് സ്ഥലത്തൊക്കെ അല്ലേ. അതെ, അവിടെ കുറച്ച് സ്ഥലത്തൊക്കെ വെട്ടമൊക്കെ ഉണ്ട്. ഞാൻ അത് ഈ പറഞ്ഞ കണക്ക് പതുക്കെ ഇങ്ങോട്ട് സെറ്റായി വരുവാണെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മൾ റിയാദിൽ ഉള്ളപ്പോൾ പോലും കറണ്ടൊക്കെ പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ഞങ്ങൾ ഒരു പ്രാവശ്യം ഏതോ ഒരു വർഷത്തിൽ ഏതോ ഒരു വർഷത്തിൽ പോയി, അങ്ങനെ പോയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ മൊത്തം ഒരു വലിയ ബിൽഡിങ്ങിൽ പോലും കറണ്ടുകളില്ല. സാധാരണ റിയാദിലൊക്കെ അറ്റ്ലീസ്റ്റ് മറ്റേ ഷോപ്പിംഗ് മാളിലും ഒക്കെ കറണ്ട് പോയാലും ജനറേറ്ററും ബാക്കപ്പ് ഒക്കെ ഉള്ളതാണ്. ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ മാത്രമുണ്ട് വെട്ടം, അല്ലാതെ എങ്ങും ഇല്ല. അതെ, പക്ഷെ നല്ല സൂപ്പറാണ് കേട്ടോ. ബിൽഡിങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഊട്ടിയിലെയൊക്കെ ഒരു ഫീല് വരും. ക്ലൈമറ്റും അത് തന്നെ, ഊട്ടിയിലെ ഒരു ക്ലൈമറ്റൊക്കെ തന്നെ. സംഭവം സൂപ്പറാണ്. എന്തോ ചെയ്യാനാ. ഷൈജുവായൊക്കെ ആദ്യമല്ല വന്നേ. ഒരു ആദ്യമായിട്ട് വരുന്ന കൂട്ടരാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് വന്ന് 10-40 പേരോളം ആദ്യമായിട്ട് വരുന്ന. പക്ഷേ ഈ ഒരു സംഭവം മിസ്സായി, എന്ത് ചെയ്യാൻ പറ്റും. ഓട്ടെ, എന്താണേലും അപ്പോൾ വീഡിയോ ഒക്കെ ഫുള്ള് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും. അതെ, അബഹ എത്തിക്കുക. അബഹ അല്ല, സൗദി മൊത്തം എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ തകർക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും. ബൈ ബൈ.